രാവിലെ തന്നെ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറ് കുറവാണ്. അപ്പം നല്ല അടിച്ച ചായ ഉണ്ടാക്കാനുള്ള പുറപ്പെടും. നല്ലപോലെ പാലൊക്കെ ഒഴിച്ച് നല്ല അത്യാവശ്യം സ്ട്രോങ്ങിലൊക്കെ ഉണ്ടാക്കിയ ചായയാണ് കേട്ടോ. അത് ഇതുണ്ട് നല്ലോണം അടിച്ച് പതപ്പിച്ച് കുടിക്കുമ്പോൾ ഉണ്ടാവില്ല, അടിപൊളിയാണ്. പിന്നെ അന്നത്തെ ദിവസം ഉഷാറാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ നോക്കുകയാണ്. ഒരാൾക്ക് ഇഡ്ഡലി, മറ്റേ ആൾക്ക് ദോശ. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും ഉണ്ടാവും ഇതൊക്കെ. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. പിന്നെ അതാ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതാ ദോശ. ഇനിയിപ്പോൾ ദോശ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു തിരക്ക്, രാവിലെ ഒരു നല്ല തിരക്കുണ്ടാവില്ല എല്ലാ വീടുകളിലും. അതേപോലെ തന്നെ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഇതൊക്കെ തന്നെ പണി. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ പോവുക, ഉച്ചത്തെ ഭക്ഷണം, അങ്ങനെ എങ്ങനെയായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ. അപ്പോൾ ഇന്നത്തേത് പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും ദിവസം ട്രാവൽ വ്ളോഗും ഫുഡ് വ്ളോഗും അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലത്തെ ആഹാരം എല്ലാം കഴിഞ്ഞ് പലഹാരം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും കഴിച്ചിട്ട് പുറത്ത് ഇറങ്ങുകയാണ്. സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കവറിലൊക്കെ എടുത്തിട്ട് വരണ വഴിക്കാണ് നല്ല ഓറഞ്ച് കണ്ട്. ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഓറഞ്ച് വാങ്ങി, നല്ല ഓറഞ്ചാണ് കേട്ടോ കാണാൻ. അപ്പോൾ അതും വാങ്ങിച്ചു, കുറച്ച് ഓറഞ്ചും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം ട്രോളിയിലാക്കിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം ട്രോളിയിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ഫിഷ് മാർക്കറ്റിലേക്കാണ് പിന്നെ പോയത്. കുറച്ച് ഫിഷ് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്കാണ് പിന്നെ അടുത്തത് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ചോക്കോബോർ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാനൊരു ചോക്കോബോർ വാങ്ങിയിട്ടാണ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ ആ സമയത്ത് തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചോക്കോബോറും വാങ്ങി ഞങ്ങളങ്ങനെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടാണ്. പൂച്ചക്കുട്ടി ഉണ്ട്, അതിനെ കണ്ടപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് നോക്കി കണ്ടിട്ട്. കുഞ്ഞു പൂച്ചക്കുട്ടിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഫിഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നല്ല ഫിഷും വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. അപ്പോൾ അതാ നല്ല വലിയൊരു മീനാണ് കിട്ടിയത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട്, എന്താ പേര്, അതിൻ്റെ ചെമ്പല്ലിയാണോ എന്താ അറിയില്ല. നല്ല മീനാണ് കിട്ടിയത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് വന്നിട്ട് ഇന്നിപ്പോൾ ഫിഷ് കറി മീൽസാണ് ഉണ്ടാക്കാനുള്ള ഇത്. ഉച്ചത്തെ ലഞ്ച് എന്ന് പറയുന്നത് സ്പെഷ്യലും ഫിഷ് കറി മീൽസാണ്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ. ഞാനത് അപ്പോൾ തന്നെ വിളക്കൊക്കെ പുരട്ടി കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മസാലയൊക്കെ പുരട്ടി നല്ലോണം എടുത്ത് വെച്ചു. ഒരു 1 മണിക്കൂറോളം എടുത്ത് വെച്ചു. എന്നിട്ടത് വറുത്തെടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ചോറ്, അതുപോലെ ഫിഷ് ഫ്രൈ, പിന്നെ ഫിഷിൻ്റെ തന്നെ കറിയും, ഫിഷ് കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കി. പിന്നെ ഒഴിവ് ദിവസങ്ങളിലാണല്ലോ നമുക്ക് കുറച്ച് കൂടുതലായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പറ്റുക. അല്ലാത്ത ദിവസം പറഞ്ഞാൽ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ഓട്ടവും പാച്ചിലും ഒക്കെ കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് ക്ലിയർ ഒരു ശരിയാവില്ല. എല്ലാവർക്കും അറിയാം, ജോലിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ ഇതങ്ങനെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ ഫ്രഷ് മീനും ഫിഷ് മസാലക്കറി, ഫിഷ് കറിയും എല്ലാം വാങ്ങി ഉണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു ഫ്രൂട്ട്സ് കഴിക്കണ ഒരു പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഓറഞ്ച്, ഇത് മൂസമ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഓറഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് മുറിച്ചത് മൂസമ്പിയാണ്. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം രാത്രി ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. അത് വീട്ടിലുണ്ടാക്കിയില്ല. അപ്പോൾ ചപ്പാത്തി, നല്ല ചിക്കൻ കറി എല്ലാം കൂടി കൂട്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, എല്ലാം കൂടി അത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.